പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൽ നമ്മൾ മുൻ നിർണയിക്കപ്പെട്ടവരാണ്. ദൈവവചനത്തിൽ എങ്ങനെയാണ് പറയുന്നത്? ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് കർത്താവ് മുൻ നിർണയിച്ചു. യേശുവിൻ്റെ ശരീരപ്രകാരമായുള്ള അല്ലെങ്കിൽ ക്രിസ്തു വെളിപ്പെട്ടത്, ശരീരപ്രകാരം വെളിപ്പെട്ടത്, ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയോട് വെളിപ്പെട്ടത് യേശു ക്രിസ്തു ബെത്ലഹേമിൽ ജനിച്ച് നസ്രയത്തിൽ വളർന്ന് അവന്റെ ശുശ്രൂഷയുടെ വിവിധ സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ്, പരസ്യ ശുശ്രൂഷ കാലത്താണ് ക്രിസ്തു ജഡപ്രകാരം വെളിപ്പെട്ടത്. എന്നാൽ ആ വെളിപ്പെട്ട ശരീരം അത് നമ്മെ പ്രതിനിധാനം ചെയ്യുന്നതാണെങ്കിലും നാം ലോകസ്ഥാപനത്തിനു മുമ്പേ അവനിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ. അതുകൊണ്ടാണ് സഭയെക്കുറിച്ച് പറയുമ്പോൾ അവന്റെ ശരീരമാകുന്ന സഭ എന്ന് പറയുന്നത്. യേശുവിന്റെ ശരീരമാകുന്ന സഭ, നമ്മള് അവന്റെ ശരീരമാകുന്ന സഭ. ക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട നിങ്ങൾ ഞാനും അവന്റെ ശരീരമാകുന്ന സഭ. അവന്റെ ശരീരമാണ് നമ്മൾ. അവന്റെ ശരീരമായി തീർന്നിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ അവന്റെ ശരീരം എന്ന നിലയിൽ നാം മനസ്സിലാക്കുമ്പോൾ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തതാണ്. അങ്ങനെ നമ്മളെ തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുക്കപ്പെട്ട ആദാമിന്റെ തലമുറയാണ് ആദാമിന്റെ പാപത്തിലൂടെ വീണുപോയത്. അതുകൊണ്ട് തന്നെ ലൂസിഫർ പാപം ചെയ്തപ്പോൾ ലൂസിഫറിനെ തള്ളിക്കളഞ്ഞതുപോലെ ദൈവം ആദാമിന്റെ തലമുറയെ തള്ളിക്കളഞ്ഞില്ല. താൻ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരിലൂടെയും തുടർന്ന് നമുക്കറിയാം മോശ, യോശുവ, യോസഫ്, ഏലിയാവ്, ഏലീശ, അതത് കാലഘട്ടങ്ങളിൽ ആവശ്യമുള്ള നേതൃത്വത്തെ കർത്താവ് അയച്ച് രാജാക്കന്മാര്, ന്യായാധിപന്മാര്, പ്രവാചകന്മാര്, പുരോഹിതന്മാരൊക്കെ അയച്ച് കർത്താവ് തന്റെ ജനത്തെ ക്രിസ്തുവിലേക്ക് നടത്തുകയാണ്. നമുക്കറിയാം, ദൈവവചനത്തെ നമ്മൾ വായിക്കുമ്പോൾ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ന്യായപ്രമാണം ക്രിസ്തുവിലേക്ക് നടത്തുവാൻ ശിശുപാലകനായി ഭവിച്ചു. അപ്പൊ മോശയുടെ കൈകളിൽ സീനായ് മലയിൽ വെച്ച് ന്യായപ്രമാണത്തെ കർത്താവ് കൊടുത്തപ്പോൾ ആ ന്യായപ്രമാണത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ വായിക്കുന്നത് ശിശുപാലകൻ. ശിശുപാലകനായി തീർന്ന ന്യായപ്രമാണം ക്രിസ്തുവിലേക്ക് നയിക്കുവാനായിരുന്നു ശിശുപാലകൻ. കാരണം ആ കാലഘട്ടത്തിൽ ശിശു സമാനമായിരുന്നു സഭ, ദൈവജനം. അവരെ നടത്തുകയായിരുന്നു ശിശുപാലകൻ. ശരിതെറ്റുകൾ തിരിച്ചറിയാൻ കഴിയാത്തവർ ശിശു, നന്മ തിന്മകളുടെ തിരിച്ചറിവില്ലാത്തവർ ശിശു. എന്നാല് യേശുക്രിസ്തുവിലൂടെ സംഭവിച്ചത് നിങ്ങളെയും എന്നെയും വീണ്ടും ജനിപ്പിച്ചു. അങ്ങനെ നിങ്ങളെയും എന്നെ വീണ്ടും ജനിപ്പിച്ചപ്പോൾ നിങ്ങളിലും എന്നിലും ക്രിസ്തുവിന്റെ അതേ ആത്മാവ്, യേശുവിൽ വസിച്ച അതേ ക്രിസ്തുവിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ മോശയിൽ വസിച്ച ആത്മസാന്നിധ്യമല്ല, അല്ലെങ്കിൽ യോസഫിൽ വളരുന്ന ദൈവ സാന്നിധ്യമല്ല. അതിനപ്പുറമായി യേശുവിൽ വസിച്ച പുത്രത്വത്തിന്റെ ആത്മാവ്, ആ ആത്മാവ് നമ്മളിൽ വസിക്കും. പണ്ട് വിവിധങ്ങളായും ഭാഗമായുമായുള്ള വെളിപ്പാടായിരുന്നു അവർക്ക് ലഭിച്ചത്. എന്നാൽ പുത്രൻ മുഖാന്തരം വെളിപ്പെടുത്തിയതാണ് പിതാവിന്റെ പൂർണ്ണമായ വെളിപ്പാട്. അതുകൊണ്ട് പിതാവിൽ നാം കാണുന്നത് പിതാവിന്റെ അതേ ആത്മാവ്. പിതാവാത്മാവാണ്. ആത്മാവാകുന്ന പിതാവ് യേശുവാകുന്ന പുത്രനിൽ വന്നു വസിച്ചു. അപ്പൊ യേശുവിൽ വസിച്ച ആത്മാവ് പിതാവിന്റെ ആത്മാവ്. അതുകൊണ്ടാണ് യേശു പ്രഖ്യാപിക്കുന്നത്, ഞാനും പിതാവും ഒന്നാണ്, ഞാൻ മേലിൽ നിന്ന് വന്നവൻ. ഇത് യേശു പ്രഖ്യാപിക്കാനുള്ള കാരണം, യേശുവിന് ഉള്ളിൽ ബോധ്യമുണ്ട് താൻ പിതാവിന്റെ അല്ലെങ്കിൽ സ്വർഗീയനാണ് എന്ന ബോധ്യം യേശുവിനുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട.
അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളെ തന്നെ വിലയിരുത്തി മനസ്സിലാക്കേണ്ട ഒരു മേഖല എന്ന് പറയുന്നത്, ആമേൻ, യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മാവ് മോശയിൽ വസിച്ച ആത്മാവല്ല, അല്ലെങ്കിൽ ഏലിയാവിലോ ഏലിശയിൽ ഉണ്ടായിരുന്ന ഇരട്ടിപ്പങ്ക് ഒന്നുമല്ല നമ്മളിൽ വസിക്കുന്നത്. നമ്മിൽ വസിക്കുന്നത് യേശുവിൽ വസിച്ച പുത്രത്വത്തിന്റെ, അതായത് ദൈവത്തിന്റെ സർവസമ്പൂർണതയും വെളിപ്പെടുന്ന, ദൈവത്തിന്റെ സർവസമ്പൂർണതയെ വഹിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ്. ആ ആത്മാവാണ് നിങ്ങളിൽ പിന്നിൽ വസിക്കുന്നത്. അപ്പൊ ആ ആത്മാവിനാൽ നമ്മളെ വിളിച്ചു. ക്രിസ്തു യേശുവിൽ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ തെരഞ്ഞെടുത്തു. അതുകൊണ്ട് ദൈവവചനത്തില് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, റോമാലേഖനം 8-ാം അധ്യായത്തില് നമുക്ക് വായിക്കാൻ അതിന്റെ 30-ാമത്തെ വാക്യം. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കും. അപ്പൊ ഇവിടെ ആരംഭിക്കുന്നത് മുൻനിർണയത്തിലാണ്. മുൻനിർണയം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. വ്യക്തികളുടെ പേര് വെച്ചാണ് മുൻനിർണയിച്ചത്. ഇന്ന ആളൊക്കെ രക്ഷിക്കപ്പെടും, ഇന്ന രാജ്യത്ത് ഇന്ന വീട്ടിൽ ജനിച്ച ഇന്നാരുടെയും മകനായിട്ട് ജനിച്ച ഇന്ന ആളുകളൊക്കെ രക്ഷിക്കപ്പെടും. ആരൊക്കെയോ അങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. മുൻനിർണയം എന്ന് പറയുന്നത് വ്യക്തിഗതമല്ല. മുൻനിർണയം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ കർത്താവ് പറഞ്ഞു, ഇത് ചെയ്യുന്നവൻ ഇതുപോലെ ജീവിക്കും. അപ്പൊ ആർക്കാണ്, ഇന്ന വ്യക്തിക്കാണ്, ഇന്ന ഗോത്രക്കാർക്ക്, അങ്ങനൊന്നുമില്ല. ആരൊക്കെയാണെങ്കിലും ഈ കൽപ്പനകൾ മുഴുവൻ അനുസരിക്കുന്നവൻ, അതുകൊണ്ട് അത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കും. എന്നാൽ അതിനേക്കാളും ശ്രേഷ്ഠമേറിയ ഒരു മുൻനിർണയമുണ്ട്. അത് ഇതാണ്: വിശ്വസിക്കുന്നവൻ വിശ്വാസത്താൽ ജീവിക്കും. അതായത് ഞാൻ ആയിത്തീരുവാനായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന കൽപ്പനകൾ, ജീവൻ പ്രാപിക്കാനായിട്ട് ഞാൻ ചെയ്യേണ്ടതായിരുന്ന കൽപ്പനകൾ, ആ കൽപ്പനകൾ മുഴുവൻ യേശു ക്രിസ്തുവിൽ, വചനം ഇങ്ങനെ പറയുന്നത്, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെ നീക്കേണ്ടതിന് വന്നില്ല, നിവർത്തിപ്പാൻ വന്നു. അപ്പൊ യേശുവിലൂടെ ന്യായപ്രമാണം നീക്കുകയല്ല, നിവർത്തിക്കപ്പെട്ടു. അപ്പൊ ന്യായപ്രമാണത്തെ നിവർത്തിച്ചവനായ ദൈവം നിവർത്തിച്ചു, യേശു ക്രിസ്തുവിലൂടെ നിവർത്തിച്ചു. അങ്ങനെ യേശു ക്രിസ്തുവിന്റെ ന്യായപ്രമാണത്തിന് നിവർത്തി വന്നു. അതുകൊണ്ടാണ് റോമർ 10:4 പറയുന്നത്, യേശു ക്രിസ്തു വിശ്വസിക്കുന്നവരെ നീതീകരിക്കേണ്ടതിന് യേശു ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകും. അപ്പൊ യേശു ക്രിസ്തുവിൽ ന്യായപ്രമാണത്തിന്റെ എൻഡ്, പൂർണ്ണതയുണ്ട്. യേശു ക്രിസ്തു ന്യായപ്രമാണത്തെ നിവർത്തിച്ചു. അപ്പൊ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരാൾ ഇനി ജീവൻ പ്രാപിക്കേണ്ട കാര്യമില്ല. യേശു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്, തിരുവെഴുത്ത് പറയുന്ന പോലെ, ജീവജലത്തിന് നദികളുള്ളൂ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകത്തില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിൽ വലിയ കാര്യങ്ങൾ ചെയ്യും. എന്നിൽ വിശ്വസിക്കുന്നവനോട് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. അപ്പൊ അവിടെ ഇതുവരെയും കൽപ്പനകളെ പ്രമാണിച്ച് ജീവൻ പ്രാപിച്ചു കൊണ്ടിരുന്ന മനുഷ്യരിൽ നിന്ന്, ആ അവസ്ഥയിൽ നിന്നും യേശു എനിക്ക് ജീവൻ തന്നു എന്ന വിശ്വാസത്തിൽ ജീവൻ പ്രാപിക്കുക, അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ആദ്യമേ ഉണ്ടായിരുന്ന വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ ചെയ്തിട്ട് എനിക്കുണ്ടാകുന്ന ഒരു ഉറപ്പ്, അത്രേ ഉള്ളൂ. എന്നാൽ ഇവിടെ അങ്ങനല്ല. യേശു എനിക്ക് വേണ്ടി എൻ്റെ പാപത്തിനും എൻ്റെ ശാപത്തിനും എൻ്റെ അകൃത്യങ്ങൾക്കും എൻ്റെ ബലഹീനതകൾക്കും എൻ്റെ കുറവുകൾക്കും വേണ്ടി യേശു വില കൊടുത്തു. ഞാൻ മരിക്കേണ്ട സ്ഥലത്ത് എൻ്റെ പ്രതിനിധിയായിട്ട് യേശു ക്രിസ്തു മരിച്ചു. ഞാൻ പാപമാകേണ്ട സ്ഥലത്ത് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി പാപമായി. ഞാൻ ശാപമാകേണ്ട സ്ഥലത്ത് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ശാപമായി. ഞാൻ ദരിദ്രനാകേണ്ട സ്ഥലത്ത് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ദരിദ്രനായി. ഞാൻ രോഗിയാകേണ്ട സ്ഥലത്ത് യേശു എനിക്ക് വേണ്ടി രോഗം ശീലിച്ചവനായി. യേശുക്രിസ്തുവിലൂടെ, അതായത് ന്യായപ്രമാണത്തിന് നിവൃത്തി. ന്യായപ്രമാണം നമുക്കുള്ളതല്ല.
ന്യായപ്രമാണം യഹൂദന്മാർക്ക് കർത്താവ് നൽകിയ ജീവൻ പ്രാപിക്കാനുള്ള മുഖാന്തരമായിരുന്നു ന്യായപ്രമാണം. നമുക്ക് ന്യായപ്രമാണമല്ല, നാം വിശ്വാസത്താൽ നമ്മൾ അബ്രഹാമിന്റെ സന്തതികളായത്. അപ്പൊ നമ്മുടെ വിശ്വാസം എന്താണ്? ആ ന്യായപ്രമാണത്തിന്റെ ഘോരമായ ശാപത്തിൽ കിടന്ന് അവരെ വിടുവിച്ചു. എങ്ങനെ? ദരിദ്രനായി, ശാപമായി, പാപമായി, രോഗം ശീലിച്ചവനായി അവരെ വിടുവിച്ചു. അപ്പൊ ഇപ്പോഴും നിങ്ങളും ഞാനും യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ അതേ അബ്രഹാമിന്റെ മക്കൾ എന്ന് പറയുന്ന പദവിയിലേക്ക് നാം ആയിരിക്കുക. ഇവിടെ ഇനി ആ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളുടെ പരിഹാരമല്ല എന്റെ ഫോക്കസ്. യേശു ആദാമിന്റെ തലമുറകൾ ചെയ്ത പാപത്തിന്റെ പരിഹാരം യേശുക്രിസ്തു ക്രൂശിൽ വരുത്തി. ആ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണോപുനരുത്ഥാനത്തിലൂടെ ന്യായപ്രമാണ ഘട്ടം അവസാനിച്ചു, ന്യായപ്രമാണ കാലഘട്ടം അവസാനിച്ചു. അതായത് റോമാലേഖനം 9-ാം അധ്യായത്തിൽ പറയുന്ന യഹൂദന്മാർക്ക് എന്ത് വിശേഷത? അവരുടെ വിശേഷതയാണ് ന്യായപ്രമാണവും ഒക്കെ. 6-ാം അധ്യായത്തില് നമുക്കത് അങ്ങനെ തന്നെ വായിക്കാനായിട്ട് കഴിയും. നമ്മുടെ റോമാലേഖനത്തില് 3-ാം അധ്യായത്തിൽ, റോമാലേഖനം അതിന്റെ 3-ാം അധ്യായത്തില് നമുക്ക് അങ്ങനെ, എന്നാൽ യഹൂദൻ എന്ത് വിശേഷത? അല്ല പരിച്ഛേദനയിൽ എന്ത് പ്രയോജനം? സകല വിധത്തിലുമുണ്ട്. ഒന്നാമത്തത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ. അപ്പൊ അവർക്ക് ന്യായപ്രമാണം അവരുടെ കയ്യിലുണ്ടെന്നുള്ളത് അവർക്കൊരു സ്പെഷ്യൽ പ്രിവിലേജ്. പക്ഷെ ആ പ്രിവിലേജ് യേശു എടുത്തു കളഞ്ഞു. യേശു ക്രിസ്തു ക്രൂശി മരിച്ചതോടുകൂടെ ആ പ്രിവിലേജ് എടുത്തു കളഞ്ഞു. ആ ഒരു പ്രത്യേക പദവി ഉണ്ടായിരുന്നു. കാരണം ന്യായപ്രമാണത്തെ നീക്കി. ഇപ്പൊ ന്യായപ്രമാണത്തിന് കീഴിലല്ല നിങ്ങളും ഞാൻ, അവരുമല്ല. നിങ്ങളും ഞാനും യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ യേശു ന്യായപ്രമാണത്തെ നീക്കി. ന്യായപ്രമാണത്തിന്റെ ശാപത്തിലുണ്ടായിരുന്നവരെല്ലാം വിലയ്ക്ക് വാങ്ങി. യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നു. യേശുവിന്റെ രക്തം പാപം കഴുകി. ആ ബോധ്യം എൻ്റെ ഉള്ളിൽ വരുന്നതോടുകൂടി എനിക്കുണ്ടാകുന്ന ഉറപ്പ്, എന്റെ തൊഴുത്തിൽപ്പെടാത്ത വേറെ ആടുകളും എനിക്കുണ്ട്, അവയെ ഞാൻ പുലർത്തേണ്ടതാകുന്നു എന്ന് യേശു പറഞ്ഞ ആ ഗണത്തിൽ വിശ്വാസത്താൽ ഞാൻ പ്രവേശിച്ചിരിക്കും. അപ്പോൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ എത്രയോ വലിയ പദവിയുള്ളവരാണ്. എത്ര വലിയ പദവിയുള്ളവരാണ്. യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ നാം അബ്രഹാമിന്റെ സന്തതികളായി മാറി. യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ നാം ദൈവത്തിന്റെ മക്കളായിട്ട് മാറി. യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ നാം ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളുമായി തീർന്നു. ഇറ്റ് ഇസ് എ ഗ്രേറ്റ് 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 പ്രിവിലേജ്. ഇതൊരു അതിസാധാരണമായ ഒരു പദവി, അസാധാരണമായ ഒരു പദവി. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ ഇവിടെ നമ്മളെ തന്നെ പരീക്ഷിക്കേണ്ടതും നമ്മളെ തന്നെ ഉറപ്പിക്കേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത്, നാം വിശ്വാസത്താലാണോ കാര്യങ്ങളെ കാണുന്നത്, വിശ്വാസത്താലാണോ കാര്യങ്ങളെ ചെയ്യുന്നത്, ഇത് മാത്രമേ നാം നോക്കേണ്ട കാര്യമുള്ളൂ. ഇവിടെ നമ്മുടെ പ്രവൃത്തികൾക്ക് പ്രാധാന്യമില്ല. യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടത്. അപ്പോ അവിടെ മുൻ നിയമിച്ചത് അതാണ്, വിശ്വസിച്ചവരെ നീതീകരിക്കും, വിശ്വസിക്കുന്നവരെ നീതീകരിക്കും. അപ്പം മുൻ നിയമിക്കുക എന്ന് പറയുമ്പോൾ ആരൊക്കെ വിശ്വസിക്കുന്നു അവരെയൊക്കെ നീതീകരിക്കും എന്നതായിരുന്നു മുൻനിർണയം. അപ്പൊ ആ മുൻനിർണയ പ്രകാരം ആരൊക്കെ വിശ്വസിച്ചോ അവരെല്ലാം നീതീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ നീതീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളും ഞാനും മുൻ നിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു. നീതീകരിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ശിക്ഷ വിധിക്കുക അല്ലെങ്കിൽ ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ വേറൊന്നാണ്. അതായത് പാപം ചെയ്തു, തെറ്റ് ചെയ്തു, അവരോട് ക്ഷമിച്ചു, അതിനാണ് ക്ഷമിക്കുക. നീതീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നീതീകരിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാത്തവരെ പോലെ കൺസിഡർ ചെയ്യുക. അതൊരു ചെറിയ കാര്യമല്ല. ക്ഷമ എന്ന് പറയുമ്പോൾ ചെറിയൊരു കാര്യം, അതുപോലും ചെറിയ കാര്യമല്ല, അല്ലേ? എന്നാൽ ക്ഷമയ്ക്കും അതീതമായ നീതീകരിക്കപ്പെട്ടവരാണ് നിങ്ങൾ. അതായത്
പാപം ചെയ്തിട്ടില്ലാത്തവരെ പോലെ നിങ്ങളെയും എന്നെയും കൺസിഡർ ചെയ്യുക. പാപം ചെയ്തിട്ടില്ലാത്തവരെ പോലെ. എന്തുകൊണ്ടാണ് പാപം ചെയ്യാത്തവരെ പോലെ നമ്മളെ കൺസിഡർ ചെയ്യുന്നത്? നമുക്ക് റോമാലേഖനത്തില് നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു കാര്യം, ന്യായപ്രമാണത്തിന്റെ മരണത്തിന്റെ വാഴ്ചയെ കുറിച്ച് പറയുന്നത് പാപം ചെയ്യാത്തവരിലും. റോമാലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം, എങ്കിലും വരുവാനുള്ളതിന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. അപ്പൊ ആദാം മുതൽ മോശ വരെ വാണിരുന്നത് മരണമാണ്, ന്യായപ്രമാണം. പക്ഷേ മരണം വാണു എന്നാണ് എഴുതിയിരിക്കുന്നത്. വ്യക്തമായി പറയുന്നു, ആദാമിന്റെ ലംഘന നിമിത്തം പാപം ചെയ്യാത്തവരിലും മരണം വാണു. അങ്ങനെ എഴുതിയിരിക്കുന്നത് അല്ലെ? പാപം ചെയ്യാത്തവരിലും മരണം വാണു. അപ്പൊ പാപം ചെയ്യാത്തവരിലും മരണം വാണു എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? ആദാം മുതൽ മോശ വരെ ആരും പാപം ചെയ്തില്ലേ? പാപം ചെയ്തല്ലോ. നമ്മളറിയാം, കായീൻ ആബേലിനെ കൊന്നു, പാപമല്ലേ? സോദോം ഗൊമോറയുടെ പാപത്തിന്റെ കാര്യം എഴുതിയിരിക്കുന്ന പാപമല്ലേ? കർത്താവ് നോഹയുടെ കാലത്ത് വലിയ ജലപ്രളയം അയച്ചു, എല്ലാവരും കൊന്നു, പാപം ചെയ്തു എന്നുകൊണ്ടല്ലേ? മനുഷ്യന്റെ ഹൃദയ വിചാരങ്ങൾ എപ്പോഴും ദോഷമുള്ളത് ഉൽപ്പത്തി 6-ാം അധ്യായത്തിന് 5-ാം വാക്യം, പാപമല്ലേ? പക്ഷെ ഇവിടെ പറയുന്ന പാപം ചെയ്യാത്തവരിലും എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? എന്താണ് പാപം? ലംഘനങ്ങൾ. അതായത് ദൈവം ആദാം മുതൽ മോശ വരെയുള്ള കാലഘട്ടത്തിൽ പ്രമാണങ്ങൾ കൊടുത്തിരുന്നില്ല. അബ്രഹാമിനോട് ദൈവം സംസാരിച്ച് പരിച്ഛേദന എന്ന ഉടമ്പടി സ്ഥാപിച്ചുവെങ്കിലും പാപം ഡിഫൈൻ ചെയ്യപ്പെട്ടിരുന്നില്ല. ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, ചെയ്യണമെന്ന നിയമങ്ങൾ, വ്യവസ്ഥകൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പാപമില്ല. പക്ഷെ പാപമില്ലാത്തവരിലും മരണം വാണു, പാപം ചെയ്യാത്തവരും മരണം വാണു. എന്താണ്? ആദാമ്യ ലംഘനം. ആദാമിനോട് കർത്താവ് പറഞ്ഞ് ഈ പഴം തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് ആദാമിനോട് ദൈവം പറഞ്ഞ കൽപ്പനയെ ലംഘിച്ചത് കൊണ്ട് മരണം വാണു. അപ്പൊ എന്താണ് സംഭവിച്ചത്? യേശുക്രിസ്തു മരിച്ചപ്പോ ഡിഫൈൻ ചെയ്യപ്പെട്ട, നിർവചിക്കപ്പെട്ട പാപത്തിന്റെ ശിക്ഷ അത് മുഴുവൻ യേശു തന്റെ ശരീരത്തിൽ വഹിച്ചു ചുമന്നു. എന്നാൽ ആദാമ്യ ലംഘനത്താൽ വന്ന മരണം, യേശു തന്റെ ശരീരത്തിലേറ്റ മുറിവുകൾ, യേശു താൻ മരത്തിൽ തൂങ്ങിയത്, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങാൻ മരത്തിൽ തൂങ്ങി. അവന്റെ ശരീരത്തിലേറ്റ മുറിവുകൾ രോഗസൗഖ്യത്തിന് വേണ്ടിയാണ്. അവൻ ദരിദ്രനായി തീർന്നത് ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനാണ്. എന്നാൽ പാപം ആയി തീർന്നത് പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനാണ്. എന്നാൽ മരിച്ചു എന്ന് നമ്മൾ കാണുന്നത്, അവൻ മരിച്ചു 3-ാം നാൾ, നമുക്ക് വേണ്ടി മരിച്ചു. അപ്പൊ അവിടെ എന്താണ് കാണുന്നത്? മരണത്തെ നീക്കി, അതായത് ന്യായപ്രമാണ പ്രകാരം ഉണ്ടായിരുന്ന പാപം, ശാപം, രോഗം, ദാരിദ്ര്യം, ഇവയെല്ലാം ക്രൂശിൽ തന്റെ ശരീരത്തിൽ ചുമന്ന് തകർത്ത് കളഞ്ഞവനായ കർത്താവ്. എന്നാൽ നിങ്ങളും ഞാനും ന്യായപ്രമാണത്തിന് പുറത്തുള്ളവർ, പാപം ചെയ്യാത്തവരായി കൺസിഡർ ചെയ്യപ്പെടുന്നവർ. എന്തുകൊണ്ടെന്നറിയാമോ? പ്രമാണമില്ലാത്തടത്ത് പാപമില്ല, ന്യായപ്രമാണമില്ലാത്തടത്ത് പാപത്തെ കണക്കിടുന്നില്ല. അപ്പോൾ അന്ന് പാപമില്ല, ആദാം മുതൽ മോശ വരെയുള്ള കാലത്ത് പാപമില്ല. പക്ഷെ ആദാമിന്റെ പാപത്തിന്റെ പരിണിത ഫലം എല്ലാവരും ചുമക്കും. യേശു ചെയ്ത കാര്യം, അവൻ ക്രൂശിൽ മരിച്ചു. അവന്റെ മരണത്തെ 2 നിലയിൽ കാണാൻ കഴിയും. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് അതിന്റെ 53-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, യേശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവന്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതിരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോട് കൂടെ ശവക്കുഴി കൊടുത്തു.
അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരുടെ കൂടെയായിരുന്നു. മരണം, ഇവിടെ ഏകവചനമാണ് മരണം എന്ന വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും ഇതിന്റെ മൂലഭാഷയിൽ മരണങ്ങൾ എന്ന ഡെത്ത്സ് എന്നാണ് കാണുന്നത്. ചില ഇംഗ്ലീഷ് പരിഭാഷകളിൽ അങ്ങനെ കാണാൻ സാധിക്കും, മരണങ്ങൾ എന്ന് കാണാൻ സാധിക്കും. അപ്പൊ അവിടെ രണ്ടു മരണം. ഒന്ന്, യേശു പിതാവേ എന്നെ കൈവിട്ടതെന്ത്, എന്നെ കൈവിട്ടതെന്ത്. അവിടെ സംഭവിച്ചത് എന്താണ്? ആദാമിന് സംഭവിച്ച മരണം, ആദാമിന് സംഭവിച്ച ഡെത്ത്. അതാണ് ആദിയിൽ സംഭവിച്ച മരണം എന്ന് പറഞ്ഞാൽ അവനും ദൈവവും തമ്മിലുള്ള ബന്ധം വേർപെട്ടു. അതായത് ആദാം പാപം ചെയ്തപ്പോ ആദാം മനുഷ്യൻ ദൈവത്തെ വിട്ടുമറന്നു. എന്നാൽ ആ ആദാമ്യ തലമുറയുടെ പാപം യേശു തന്റെ ശരീരത്തിൽ ചുമന്നപ്പോൾ ദൈവം മനുഷ്യപുത്രനെ വിട്ട് മാറി. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, യേശുക്രിസ്തുവിന്റെ പിതാവെ എന്നെ കൈവിട്ടത് എന്ന നിലവിളി, ആ നിലവിളി അതായിരുന്നു ആദാമിന് ഏദൻ തോട്ടത്തിൽ വെച്ച് സംഭവിച്ച മരണം. ആ മരണത്തോട് അവിടെ ക്രൂശിൽ വെച്ചവൻ ഏകീഭവിച്ചു. എന്നാൽ അവിടെ ആരംഭിച്ച ആത്മാവും സോളും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരുന്ന മരണത്തെ, ഡെത്തിനെ ശരീരത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് വർഷങ്ങൾ എടുത്തു. എന്നാൽ യേശു ക്രിസ്തു തന്റെ ശരീരത്തിലും നമ്മുടെ പാപം ചുമന്നുകൊണ്ട്, ശരീരത്തിൽ ചുമന്നുകൊണ്ട്, അതെ ഹല്ലേലൂയ, പാപയാഗമായി തീർന്ന് ശരീരത്തിലെ മരണവും അവൻ വഹിച്ച്, അതായത് ദൈവത്തിൽ നിന്ന് വേർപെട്ടുപോയ ആത്മീക മരണവും ശരീരവും ആത്മാവും തമ്മിൽ വേർപെടുന്ന ശാരീരിക മരണവും, ഇത് രണ്ടും യേശു ക്രിസ്തു ക്രൂശിൽ ചുമന്ന് അനുഭവിച്ച് ഇതിൽ കൂടെ കടന്നുപോയി മാനവജാതിക്ക് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധ്യമാക്കി. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മറക്കരുത്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് യേശു ക്രിസ്തു, ആമേൻ, യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താൽ പരിഹരിക്കപ്പെടാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല, ഒന്നുമില്ല. യെസ്, നാം ന്യായപ്രമാണത്തിന് കീഴിലല്ല, പക്ഷെ പാപത്തിന് കീഴില്ല. കാരണം ഒരുവന്റെ ലംഘനത്താൽ, ഏകന്റെ ലംഘനത്താൽ സകലരിലും മരണമാണ്. പക്ഷെ ഇപ്പോ നമുക്ക് വീണ്ടും ജനിച്ചപ്പോൾ നമുക്ക് സംഭവിച്ച കാര്യം എന്താണെന്നറിയാം? ഒന്നാമത്തെ ആദാമിന്റെ പാരമ്പര്യത്തിലായിരുന്ന നാം ഒടുക്കത്തെ ആദാമാകുന്ന ക്രിസ്തുവിന്റെ ശരീരമായി മാറി. യെസ്, ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ ശരീരമായി മാറി. നാം നീതീകരിക്കപ്പെട്ടവരാണ്, നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്, നാം കർത്താവിനെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. കർത്താവിന് വേണ്ടി, ആമേൻ, ഹല്ലേലൂയ, നിൽക്കുവാൻ, അവന്റെ രാജ്യത്തെ പണിയാൻ, അവന്റെ നാമത്തെ ഉയർത്താൻ തെരഞ്ഞെടുക്കപ്പെട്ട മാന്യ പാത്രങ്ങളാണ് നിങ്ങൾ. ഞാൻ മറക്കരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്തൊരു ഉറപ്പ് വരണം, മരണത്തിന് എൻ്റെ മേൽ അധികാരമില്ല, ശാപത്തിന് എൻ്റെ മേൽ അധികാരമില്ല, രോഗത്തിനോ പാപത്തിനോ ദാരിദ്ര്യത്തിനോ എൻ്റെ മേൽ അധികാരമില്ല. എന്നെ പൂർണ്ണമായും സ്വതന്ത്രനാക്കി, എന്നെ പൂർണ്ണമായും സ്വതന്ത്രമാക്കി. ആ ബോധ്യം നിങ്ങളുടെ അകത്തും ഉണ്ടാവട്ടെ, ആ ധൈര്യം നിങ്ങളുടെ അകത്തുമാകട്ടെ. യേശു ക്രിസ്തുവിലാണ് നിങ്ങളെന്നുള്ള ബോധ്യം. അതായത് ഒരുവൻ യേശുവിൽ വിശ്വസിച്ചപ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ഒരിക്കലും ഒരു മതമോ അല്ലെങ്കിൽ ആചാര അനുഷ്ഠാനങ്ങളോ അവന്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുകയല്ല. യേശുവിൽ വിശ്വസിക്കുമ്പോൾ അവൻ പോലും അറിയാതെ അവനിൽ സംഭവിക്കുന്നത് സ്വർഗത്തിന്റെ ജീവൻ അവനിലേക്ക് പ്രവേശിക്കും. മരണത്തിന് തൊടാൻ കഴിയാത്തവണ്ണമുള്ള നിത്യജീവൻ അവകാശിയായിട്ട് മാറുക. നിങ്ങളുടെ രോഗം വാഴത്തില്ല, ശാപം വാഴുകയില്ല. ആമേൻ. നിങ്ങൾക്ക് ചിലപ്പോൾ രോഗം പോലെ തോന്നിയെന്നിരിക്കാം, അത് നിങ്ങളുടെ ശരീരത്തിൽ സംഭവിച്ചതാ. നിങ്ങളുടെ അകത്തെ ആത്മാവില് സൗഖ്യം മറഞ്ഞിരിപ്പുണ്ട്. എപ്പോഴാണോ നിങ്ങൾ തിരിച്ചറിഞ്ഞ് ആ സൗഖ്യത്തിന്റെ ബോധ്യത്തിൽ എഴുന്നേൽക്കുന്നത്, അവിടെ അത്ഭുതം നടന്നിരിക്കും. ഞാൻ ആ വാക്ക് വീണ്ടും ഒന്നുകൂടെ പറയാം. ആമേൻ. മുൻ നിയമിച്ചവരെ വിളിച്ചും, വിളിച്ചവരെ നീതീകരിച്ചും, നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ അതിന്റെ തുടർന്നുള്ളത് ചിന്തിക്കാം. ഇപ്പോൾ നിങ്ങളുടെ ബോധ്യത്തോടെ, യെസ്, ഞാൻ നീതീകരിക്കപ്പെട്ടവനാണ് എന്ന ബോധ്യത്തോടു കൂടെ, പാപം ചെയ്യാത്തവരെ പോലെ, കാരണം ന്യായപ്രമാണമില്ലല്ലോ, അപ്പോൾ പാപം ചെയ്യാത്തവരെ പോലെ കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ മേൽ മരണത്തിന് വാഴാൻ കഴിയാതെ വേണം. യേശു നമ്മുടെ പാപത്തെ ക്രൂശിൽ വഹിച്ചു തീർത്തു, നമ്മളെ സ്വതന്ത്രരാക്കി. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം.
ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾക്ക് അവിടുന്ന് തന്ന ഈ ആലോചനയ്ക്കായി സ്തോത്രം. ദൈവവചന പ്രകാരം ഇതിന്റെ ആഴത്തെ പരിശുദ്ധാത്മ ഞങ്ങൾ വെളിപ്പെടുത്തി തരികയും അതിലൂടെ നീതിബോധമുള്ളവരായി, അതേ കർത്താവെ, നീതിബോധമുള്ളവരായി, ക്ഷമ പ്രാപിച്ചു എന്ന ബോധത്തിലല്ല, നീതിബോധമുള്ളവരായി ശാപത്തെ, പാപത്തെ, ദാരിദ്ര്യത്തെ, രോഗത്തെ ചെറുത്തു തോൽപ്പിക്കുവാൻ കൃപ ഞങ്ങളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇതുവരെയും എന്തിനെങ്കിലും അടിമകളായിരുന്നുവെങ്കിൽ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പറയുന്നില്ല. സത്യം ഞങ്ങൾ അറിഞ്ഞു, സത്യത്താൽ ഞങ്ങൾ സ്വതന്ത്രരായി തീർന്നു. ഒരു ദോഷവും, ഒരു തിന്മയും, ഒരു പ്രതിസന്ധിയും ഞങ്ങളെ തൊടുകയില്ല. ഞങ്ങൾ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളാണ്. ആകയാൽ കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിൽ എല്ലാ ശാപങ്ങളും, എല്ലാ ദാരിദ്ര്യവും, എല്ലാ രോഗങ്ങളും, എല്ലാ പ്രതിസന്ധികളും ഇവരുടെ ശരീരത്തിൽ, ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. സമ്പൂർണമായ വിടുതൽ അവരുടെ മേൽ സംഭവിക്കട്ടെ. അങ്ങ് ഓരോരുത്തരെയും സ്പർശിച്ചതിനായിട്ട് നന്ദി പറയുന്നു. അനുഗ്രഹിക്കപ്പെട്ടൊരു പകലാക്കി, അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമാക്കി, അനുഗ്രഹിക്കപ്പെട്ടൊരു ആഴ്ചയാക്കി, അനുഗ്രഹിക്കപ്പെട്ടൊരു മാസമാക്കി ഈ ദിവസങ്ങൾ അവരുടെ മുമ്പിൽ തീർക്കണേ. അവരുടെ ജീവിതത്തിൽ അവര് ഉയർച്ച തന്നെ പ്രാപിച്ച് അതേ ബോധ്യത്തോടെ വളരുവാൻ വർദ്ധിപ്പാൻ സഹായിക്കണം. ഇപ്പോൾ തന്നെ അവർ അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി. മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടികൾ യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. പ്രിയപ്പെട്ടവർ, നമുക്ക് ഈ സൗഖ്യമാകാനൊക്കെ ആയിട്ട് നമ്മൾ ചില മീറ്റിങ്ങുകൾക്ക് പോകും, സൗഖ്യദായക ശുശ്രൂഷകൾ കൊടുക്കും. അതിന് പോയി സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. ചില ദൈവദാസന്മാർ സ്പെഷ്യലി അനോയിന്റഡ് ആണ്. അവര് സ്പെഷ്യലായിട്ട് അവര് ആ ഹീലിംഗ് മിനിസ്ട്രി അവരിൽ മാനിഫെസ്റ്റ് ചെയ്യാറ്. നിശ്ചയമായിട്ടും അവർ യേശുവിന്റെ നാമത്തിൽ ചെയ്യുന്ന ശുശ്രൂഷകളൊക്കെ നല്ലതാണ്. പക്ഷെ ഞാൻ പറയാം, നിങ്ങൾക്ക് അങ്ങനെ ഒരിടത്ത് പോകാൻ കഴിയാത്തവരാണ്. ഒരുപക്ഷെ നിങ്ങൾ അങ്ങനെ പോയിട്ടും അത്ഭുതം കാണാത്തവരാണ്. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ മറക്കരുത്, നിങ്ങളുടെ സൗഖ്യം നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങളുടെ വിടൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരിപ്പുണ്ട്. ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട, ഒന്നിനെ കുറിച്ച് ഭയപ്പെടണ്ട. നിങ്ങളൊരു അനുഗ്രഹമാണ്, നിങ്ങളുടെ ഒരു അനുഗ്രഹമാണ്. ഇത് മറക്കരുത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ദിവസങ്ങളിൽ വെളിപ്പെടുന്ന കാലഘട്ടങ്ങളായി മാറട്ടെ. കർത്താവ് നിങ്ങളെ ധാരാളമായി സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ പുസ്തകങ്ങൾ സൗജന്യമായി ലഭിക്കാൻ ഈ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. നിശ്ചയമായിട്ടും നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കും. നിശ്ചയമായിട്ടും നിങ്ങൾക്കത് പ്രയോജനകരമായിരിക്കും. ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താനും മറക്കരുത്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.